രാത്രിയാമങ്ങളിൽ സിനിമാ പാട്ടുകൾ വെച്ചുകൊണ്ട് ഉറങ്ങുന്നതായ സമുദായമല്ലേ ഉറങ്ങുന്ന മനുഷ്യ പെങ്ങളെ നീ പഠിച്ചു വെക്കണേ, ഈ ഉറക്കം ഒരു മരണമാണ്. നീ മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ സിനിമാ പാട്ട് കേൾക്കുന്നത്? ആ ഒരു രാത്രിയിൽ നീ മരണപ്പെട്ടാൽ നിന്റെ റൂഹ് എവിടേക്കാണ് പോകുന്നത്? അല്ലാഹു യതവഫൽ അൻഫുസു ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഈ ലോകത്ത് നിന്ന് ഉറങ്ങാൻ കിടക്കുന്ന മനുഷ്യ, ഉറങ്ങുന്നതായ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ സഹോദരി, നീ ഉറങ്ങാൻ വേണ്ടി വിരിപ്പ് വിരിച്ചുകൊണ്ട് കടന്നുറങ്ങുമ്പോ നീ അറിയാതെ പോകരുതേ, നിന്റെ റൂഹിനെ അല്ലാഹു മലക്കുകൾ മുഖേന പിടിക്കുകയാണ്. ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത്ത്. ഉറക്കിൽ തന്നെ മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവരുടെ റൂഹിനെ അല്ലാഹു പിടിച്ചു വെക്കുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. ചില ആളുകളുടെ റൂഹിനെ അല്ലാഹു തിരിച്ചു നൽകുകയാണ്. അതിന്റെ അർത്ഥം അല്ലാഹു നിനക്ക് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതല്ല. നീ കുറഞ്ഞ കാലത്തൂടി ജീവിച്ചോ മനുഷ്യ, എന്നെ ഓർത്തുകൊണ്ട് ജീവിച്ചോ സഹോദരി. നീ നമസ്കാരം ചിട്ട വെച്ചുകൊണ്ട് ജീവിക്കണേ, നീ ലജ്ജയുള്ളവരാകണേ, നീ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുന്നവരാകണേ, നീ വിക്റിലായി കഴിഞ്ഞുകൂടുന്ന ജീവിതം നയിക്കണേ. ഫയുംസികുൽ ഉഖറാ വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു നമുക്ക് റൂഹിനെ തിരിച്ചു നൽകിയത് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിക്കാനുള്ളതല്ല, അതിനു വേണ്ടിയിട്ടല്ല അല്ലാഹു റൂഹ് നൽകിയത്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി ശുക്റിലായി കഴിഞ്ഞുകൂടാനാണ്. നമ്മളിങ്ങനെ അഹങ്കരിക്കുകയാണ്. നമുക്ക് ഖുർആൻ ഓത്തില്ല, ദിക്റില്ല, ഔറാദുമില്ല, എപ്പോഴും കളിതമാശ, എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. രാത്രി ഉറങ്ങുന്ന മക്കളുടെ കാതിൽ നല്ല സിനിമാ പാട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പകലിങ്ങനെ ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുമ്പോ എല്ലാവരുടെയും കാതിൽ ഇയർഫോൺ ഉണ്ട്. ആ കാതിൽ കിടക്കുന്ന ഇയർഫോൺ എടുത്ത് നമ്മളൊന്ന് വെച്ചാൽ നമ്മൾ തുള്ളിപ്പോവും. അത്തരത്തിൽ നല്ല DJ പാട്ട് ഇട്ടുകൊണ്ട് സിനിമാ പാട്ട് കേട്ടു. അല്ലാതെ ഖുർആൻ കാസറ്റല്ല ഇത്, മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ? രാവും പകലും അശ്ലീലത. അതാണ് രസം. ഒരു 5 മിനിറ്റ് ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി ഉസ്താദെ. അങ്ങനെ അല്ലല്ലോ. 5 മിനിറ്റ് ഖുർആൻ ഓതിയെങ്കിൽ രക്ഷപ്പെട്ടി. ഇത് അതുപോലും ഇല്ല. 24 മണിക്കൂറും ഇത് തന്നെ പരിപാടി. ലജ്ജയില്ല, ലജ്ജ നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് മനുഷ്യന് ലജ്ജയുള്ളത്? ആളുകൾക്ക് മുന്നിൽ കിടന്ന് തുള്ളൽ. കല്യാണത്തിന്റെ സദസ്സിലെ കിടന്ന് കാണിക്കുന്ന കാണില്ലേ? ആരാണ്? നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കളാണ്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പെണ്ണുങ്ങളുണ്ട് അവരെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് 2 ആഴ്ച മുമ്പ് ഡിസ്കോയുടെ ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. ബ്രേക്ക് ഡാൻസ്, എല്ലാവരും നല്ല റാഹത്തായി. എന്താണ് അവസ്ഥ നമ്മുടെ? അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കും. അതിന് വേറൊരു ഡ്രസ്, അതിനൊക്കെ പൈസ കൊടുക്കുന്നതിന് ഒരു വിഷയമില്ല. ഈ ഹാജിയാരുടെ പേര് നോട്ടീസ് ബോർഡിൽ 1ാമത്തെ സഫയിൽ കിടപ്പുണ്ട്. എന്താ? കഴിഞ്ഞ 2 വർഷമായിട്ട് മാസവരി കള്ള ഹൈവാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ബാക്കിയുള്ളത് ചെലവഴിക്കാൻ ഇഷ്ടം പോലെ കാശ്. ബാക്കി പള്ളിയുടെ വിഷയങ്ങൾക്ക്, ദീനിന്റെ വിഷയത്തിൽ ചെലവഴിക്കാനൊന്നും കാശില്ല. ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് ചെലവഴിക്കാനൊക്കെ എല്ലാവർക്കും കാശാ. സമ്പത്തിലെ ഉസ്താദ് എന്ന് പറഞ്ഞ് പള്ളിയുടെ മുന്നിൽ വന്നുകൊണ്ട് സ്വന്തം മകളുടെ കല്യാണത്തിന് വേണ്ടി കെഞ്ചി തെണ്ടിക്കൊണ്ട് കാശ് കൊണ്ടുപോകുന്നവന്റെ വീട്ടിൽ പോലും തലേ ദിവസം മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ചുവപ്പ് കല്യാണം. ആളുകളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ തെണ്ടാൻ, യാചിക്കാൻ, ആശില്ല, മുള കെട്ടിക്കാൻ. അതിന് തലേന്ന് പോയപ്പോ മഞ്ഞ മൊത്തത്തിൽ അവിടെ ഒന്നായിട്ട് വല്യാപ്പം ഉണ്ട്, ഒരു യോയോ, ഒരു വള്ളി നിക്കറൊക്കെ ഇട്ടുണ്ട്, വീടിന്റെ വാതിക്കെ പോസ്റ്റർ പോലെ നിൽക്കാൻ, പോസ്റ്റൊക്കെ എത്തി നിർത്തിയിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. ദീൻ പരിപൂർണമായി പോയി. ഒരു ലജ്ജയില്ല. ചെറുപ്പക്കാരൊക്കെ വസ്ത്രം കണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ കീറിയ വസ്ത്രം ഇട്ടാണ് നടക്കുന്നത്. ആണുങ്ങൾക്ക് അവന്റെ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം ഔറത്തല്ലേ സഹോദര?
നീ ഇത് വെട്ടിക്കീറിയ ഈ സാധനം ഇട്ടുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ ഇത് ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ വരണ്ട, അല്ലാതെ തന്നെ നടന്നാൽ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് നടക്കുന്നതിന്റെ ശിക്ഷ കിട്ടില്ലേ? വെറുതെ പറയാണോ? എന്താ അലിമീങ്ങൾ പറയുമ്പോൾ ഉസ്താദുമാര് പറയുമ്പോൾ ഇതൊക്കെ നിസാരവൽക്കരിക്കുന്നത്? ഇതൊരു കളിതമാശയായിട്ട് എടുക്കരുത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ വരും തലമുറ എങ്ങോട്ടായി പോകുമെന്നുള്ള ചിന്തയാണ്. എങ്ങോട്ടായി പോകും? എങ്ങോട്ട് പോകും? ആരെ അനുസരിക്കും ഇവർ? ആരാണ് ഇവരെ പറഞ്ഞ് നന്നാക്കി കൊണ്ടുവരിക? ഒരാളുടെയും വാക്കുകൾ അവർ അവഗണിക്കുന്നില്ല, ഒരാളുടെയും വാക്കുകൾ അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാവരുടെയും വാക്കുകളെ പുറമായി അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു. ആലിമീങ്ങളെ വെക്കുന്നില്ല. സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകൾ അവഗണിക്കുന്നു. മാതാപിതാക്കൾ പറയുന്ന തന്തവൈബന്ധാണ്. പ്രായമുള്ള ആളുകളുടെ വാക്കുകളെയൊക്കെ അവഗണിക്കാൻ അവർക്കൊക്കെ വേറെ ജോലിയില്ലെന്ന് പറയും. ഉപദേശം കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. വാപ്പ വിളിച്ച് 5 മിനിറ്റ് ഇരുത്തിയിട്ട് ഉപദേശിക്കുന്ന ഇഷ്ടമില്ലാത്ത മക്കളുടെ കാലഘട്ടം. ഉമ്മ വിളിച്ച് ഉപദേശിക്കുന്നത് ഉമ്മയോട് ചൊടിക്കാണ്, ദേഷ്യം പിടിക്കാൻ. പിന്നെ അവരോട് വർത്തമാനമായി, ബഹളമായി. ഇതിൽ സ്ത്രീകളടക്കമുണ്ട്, ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. പെൺകുട്ടികളെ ഉപദേശിക്കാൻ ഉമ്മമാർക്ക് പോലും മടിയുള്ള കാലഘട്ടമാണ്. ഒരു പ്രായം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാടെ മെക്കിട്ട് കയറാൻ, അവരോട് എന്ത് പറഞ്ഞാലും വർത്തമാനം തിരിച്ചു പറയാൻ, അതിന് മറുപടി റദ്ദു പറയുന്ന ഒരു കാലഘട്ടം. മാതാപിതാക്കളിൽ ഭൂരിഭാഗവും പ്രയാസം അനുഭവിക്കുന്നത് മക്കളുടെ വിഷയത്തിലാണ്. ദുആവസിയത്ത് എത്രയാണ് വരുന്നത്? എന്റെ മകൻ സാലിഹാവണം, എന്റെ മകള് സാലിഹത്താവണം, അവർക്ക് ഹൈറായ ഇണയെ തുണയെ കിട്ടണം. അപ്പായി ഉമ്മായി ഇങ്ങനെ കരഞ്ഞിട്ട് ദുആവസിയത്തിയാണ്. മക്കള് നന്നാകാൻ വാപ്പ രാവിലെ മുതൽ തുടങ്ങാൻ ഔറാദ്, ഉമ്മ രാവിലെ മുതലേ വിക്രം ഔറാദ് തുടങ്ങാൻ. ധാരാളം ഔറാദുകൾ ചെയ്യുന്നുണ്ട്, ഒരു ഫലവും കാണുന്നില്ല. എന്താ കാരണം? മകൻ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, അവന് നിസ്കാരമില്ല, അവൻ കിടന്ന് ഉറങ്ങാൻ. സുബഹി നിസ്കാരമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹി നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് അവനുള്ളത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സുബ്ഹി നമസ്കാരം കൃത്യമാക്കിയാൽ അല്ലാഹുവിന്റെ കാര്യം ഏറ്റെടുത്തു. എത്ര പേര് സുബ്ഹി കറക്റ്റ് ആക്കുന്നുണ്ട്? വാലൊക്കെ കേൾക്കും, രാത്രി പോയി കിടന്ന് അങ്ങനെ ഉറങ്ങും, സുബ്ഹി കഴിയുമ്പോഴേ എഴുന്നേൽക്കുന്നത്. അവ്വൽ വഖത്തിൽ ജമാഅത്തായി സുബ്ഹി നമസ്കരിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ മഹല്ലത്തിൽ എത്ര പേരുണ്ട്? ചിന്തിക്ക്. പ്രായമുള്ള ആളുകൾ പിന്നെ അവരുടെ ആ ഒരു പ്രായം മാനിച്ചിട്ട് അങ്ങനെ വരികയാണ്. മരണത്തെ ഭയമുണ്ട്, ഏകദേശം തീരാറായി എന്നുള്ളത് അവർക്ക് ഉറപ്പൊന്നാണ്. മറ്റേ നല്ല ആരോഗ്യമുള്ള സമയം, ആ ആരോഗ്യമുള്ള സമയം അമലിന് വേണ്ടി മാറ്റിവെക്കുന്നവർ എത്ര പേരാണ്? എത്ര പേരുണ്ട്? നാളെ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയതല്ലേ വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിലായി, ഇബാദത്തിലായി യുവത്വത്തെ ചെലവഴിച്ചിട്ടുള്ളതാകുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്ക് തീർച്ചയായും അല്ലാഹു അർശിന്റെ തണൽ നൽകും. എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ചോദ്യം. ളുഹറും അസറും മഗ്രിബും ഇശാഉം സുബ്ഹിയും അടക്കം കൃത്യമായി അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന എത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അതിലൊക്കെ മാതാപിതാക്കളുടെ നിർബന്ധം ചെലുത്തലില്ലാതെ, അവർ പുറകെ നിൽക്കലില്ലാതെ സ്വയമായി എനിക്ക് നന്നാവണം എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതൊക്കെ ചിന്തിക്കേണ്ട പ്രായം കഴിഞ്ഞു. വയസ്സ് 20, 25 ആയില്ലേ? ഇനി എന്നാണ് നിങ്ങൾ നന്നാവാൻ വേണ്ടി മനസ്സ് വെക്കുന്നത്? സഹോദരങ്ങളെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ മുഴുവനും അടയാളപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ ഒരു അടയാളം. എന്താ പറഞ്ഞത്? അവസാന കാലഘട്ടമാകുമ്പോ ഒരു വർഷം ഒരു മാസമായി, ഒരു മാസം ഒരാഴ്ചയായി, ഒരാഴ്ച നിങ്ങൾക്കൊരു ദിവസമായി, ഒരു ദിവസം ഒരു മണിക്കൂറായി, ഒരു മണിക്കൂർ ഒരു മിനിറ്റായി, ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി മാറുന്ന കാലഘട്ടം വരും. ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകത്തില്ലേ? ഒരു വർഷം നമ്മളൊക്കെ പറയും എന്ത് പെട്ടെന്നാണ് അദ്ദേഹം മരിച്ചിട്ട് ആണ്ടായോ. ആരെങ്കിലും മക്കളുടെ അവർ വാപ്പയുടെ ആണ്ടിന്റെ കാര്യം നമ്മളൊക്കെ പറയാൻ വരുമ്പോ നമ്മൾ തന്നെ അത്ഭുതപ്പെടുക. ആണ്ടായോ? ഒരു വർഷമായോ? സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ മാസം നടന്നതുപോലെ ഓർക്കാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ജുമാ കഴിഞ്ഞ അടുത്ത ജുമാ വെള്ളിയാഴ്ച ദിവസം, നാളെ ഇതാ ജുമായാണ്. ഒരു ജുമാ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച എത്ര പെട്ടെന്നാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നസീം ആലങ്കോട് വെച്ച് കണ്ടതുകൊണ്ട്
അതെവിടെ എടപ്പാട് സ്വദേശിയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ ജുമായ്ക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരാഴ്ച, നാളെ ഒരു വെള്ളിയാഴ്ചയാണ്. എന്ത് പെട്ടെന്നാണ് ഒരാഴ്ച കഴിയുന്നത്. ഒരു ജുമാ കഴിഞ്ഞ് മറ്റൊരു ജുമാ. ഞാനാണെങ്കിൽ ജുമാ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ. എന്നിട്ട് തന്നെ ഒരു ജുമാ കഴിഞ്ഞ് അടുത്ത ജുമയാകുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, എന്ത് പെട്ടെന്നാണ് പോയത്. ഒരു ജുമാ കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച പെട്ടെന്നാണ് വരുന്നത്. നമ്മൾ തന്നെ ചിന്തിക്കാറില്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി, അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ടിട്ട് ഇത്ര ദിവസമായി, 40 ദിവസം കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആശ്ചര്യം, എന്ത് പെട്ടെന്നാണ് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത്. നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, പ്രഭാതത്തിലാകുന്നു. മണിക്കൂറുകൾ ഇങ്ങനെ പെട്ടെന്ന് സെക്കൻഡുകളെ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ശാസ്ത്രം കണ്ടുപിടിച്ചു, സൂര്യൻ അതിന്റെ കറക്കം, ഭൂമി വല്ലാതെ ചുറ്റൽ വർദ്ധിച്ചിരിക്കുന്നു. ഭൂമി കറക്കം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ചലനം, ഭൂമി സൂര്യന് ചുറ്റുമുള്ളതാകുന്ന കറക്കം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം കഴിഞ്ഞ ദിവസം പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലഘട്ടം ഇത് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പലരും ഖുർആനിനെയും പ്രവാചകര അധ്യാപനങ്ങളെയും കളവാക്കി ഇന്നിതാ ശാസ്ത്രം അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് വരിക. ഞാനതാ പറഞ്ഞത്, ഇത്രയേറെ അടയാളങ്ങൾ കൃത്യമായി എണ്ണിപ്പറഞ്ഞതാ പ്രവാചകരെ എന്തുകൊണ്ട് ഈ ഉമ്മത്ത് മുറുകെ പിടിക്കുന്നില്ല? നബിതങ്ങൾ പറഞ്ഞ എല്ലാ അടയാളങ്ങളും വന്നു. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും. അമ്മ തൊട്ടിലുകൾ അധികരിച്ചില്ലേ? പാപ്പയേത് ഉമ്മയേതെന്നറിയാത്ത കുട്ടികൾ ദൈനംദിന ജീവിതത്തിൽ ഓരോ തെരുവോരങ്ങളിൽ പ്രസവിക്കപ്പെടുക. ആരോരും നോക്കാനില്ലാത്ത കുട്ടികൾ കടന്നു വരിക. ഇതൊക്കെ പരിശുദ്ധ പ്രവാചകന്റെ തിരുവചനങ്ങളെ കൃത്യമായി അനർത്ഥമാക്കാൻ, അടയാളപ്പെടുത്താൻ. എന്നിട്ടും ഈ ഉമ്മത്തിൽ പല ആളുകളും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഓർക്കണം, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ പരിപൂർണമായ കാവൽ നസീബാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന് മറ്റുള്ളതാകുന്ന കാമുകന്മാരോട് വല്ലാത്ത പ്രണയമാണ്, ശാരീരികമാകുന്ന അഭിനിവേശമാണ് അവൾക്കുള്ളത്. സ്വന്തം ഭർത്താവ് നാട് വിട്ടുകൊണ്ട് അവളെ ഒഴിവാക്കിക്കൊണ്ട് പോയപ്പോ നാട്ടിൽ 7 ചെറുപ്പക്കാർ അവളുടെ വീട്ടിൽ വന്നുകൊണ്ട് രാത്രി പല സമയങ്ങളിലായി കയറിയിറങ്ങി. അവളുടേതാകുന്ന ഒരു കുട്ടിയുണ്ട് വീട്ടിൽ. ആ കുട്ടി ഇത് കണ്ടു. ഈ കുട്ടി മറ്റുള്ളവരോട് പറയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ 7 പേരും ചേർന്നുകൊണ്ട് ആ കുട്ടിയെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. പെണ്ണിന്റെ ഒത്താശയോടുകൂടി തന്നെ ഈ 7 കാമുകന്മാര് കൂടി ആ പെണ്ണിനെ, ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. എവിടെയാ നടന്നത്? ഒരു പെണ്ണ്, ആ പെണ്ണ് 7 പേരുമായിട്ട് അവിഹിത ബന്ധം. ഭർത്താവില്ല, ഭർത്താവ് നാട് വിട്ട് അവളെ വിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുക. അപ്പൊ അവരുടെ കാമപൂർത്തീകരണത്തിന് 7 പേരുമായിട്ട് രാത്രി അവളെ ശയ്യ അവലംബിക്കാൻ. അങ്ങനെ എല്ലാ ദിവസവും ഇവരുമായിട്ടുള്ള കണക്ഷൻ അത് മുന്നോട്ട് പോകവേ സ്വന്തം കുട്ടി എറിഞ്ഞു. ആദ്യ ഭർത്താവിലുണ്ടായിരുന്ന കുട്ടി എറിഞ്ഞു. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന് കരുതിയിട്ട് 7 പേര് കൂടി തീരുമാനിച്ചു. കുട്ടിയെ കഴുത്തറത്ത് കൊന്നു, കൈകാലുകൾ വെട്ടി നുറുക്കി പല കഷ്ണങ്ങളാക്കി സഞ്ചിയിലാക്കി ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അവസാനം ഒരു പച്ച നിറത്തിലുള്ള ഒരു സൈസ് ഈച്ച വന്നുകൊണ്ട് ആ പൊട്ടക്കിണറ്റിന്റെ വല്ലാതെ വ്യാപിക്കുകയും പരിസരമാകെ വലിയതാകുന്ന മണം, ദുർഗന്ധം വമിക്കുകയും ചെയ്തപ്പോൾ ആളുകൾ വന്നുകൊണ്ട് ആരോ ഒരാൾ പൊട്ടക്കിണറ്റിൽ ഇറങ്ങി ആ സഞ്ചി പൊക്കി മുകളിൽ കൊണ്ടുവന്ന് നോക്കുമ്പോ ഈ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ വെട്ടി നുറുക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ സഞ്ചിയിലാക്കിയിട്ട് താഴെ ഇറക്കി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഖലീഫയാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. യമനിൽ നടന്ന ഈ സംഭവത്തിന്റെ കേസ് അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിസ്തരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ആരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടോ, സൻആ എന്ന് പറയുന്ന യമനിലുള്ളതാകുന്ന ജനങ്ങൾ മുഴുവനും അതിൽ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലഖതൽതുഹും ജമീആ, അവരെ മുഴുവൻ ആളുകളെയും ഞാൻ ഈ വിഷയത്തിൽ തൂക്കിലേറ്റും, അവരെ മുഴുവനും ഞാൻ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ
ആരൊക്കെ ആ കുട്ടിയുടെ വിഷയത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ ഞാൻ തീർക്കും, ഉറപ്പാണ്. അങ്ങനെ കേസിന്റെ വിചാരണ വന്നു. ഒരാളാണെന്ന് ആദ്യം മനസ്സിലാക്കി. പിന്നീട് വിചാരണ ചെയ്ത് അവസാനം എത്തിപ്പെട്ടു 7 പേരുണ്ട് ഈ പെണ്ണിന് അഭിഹിത ബന്ധമായിട്ടുള്ളത്. ഒന്നല്ല 7 ചെറുപ്പക്കാരാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പല സിമ്മും മാറ്റി മാറ്റി വെച്ച് കണക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഇവരെല്ലാവരെയും ഹാജരാക്കി എല്ലാവരെയും വെട്ടിക്കൊലപ്പെടുത്താണ്. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ്. മാപ്പില്ല, മാപ്പ് കൊടുത്തില്ല, ആരും മാപ്പ് കൊടുക്കാനില്ല. ഇപ്പൊ നിമിഷപ്രിയയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ അബ്ദുറഹീം എന്ന് പറയുന്ന വിഷയത്തിൽ, ബഹുദരാകുന്ന എ പി ഉസ്താദ് അടക്കമുള്ളതാകുന്ന ഉസ്താദുമാർ ഇടപെട്ടതിന്റെ വിഷയത്തിൽ പല ആളുകളും സംഗീത മനോഭാവമുള്ളവരും പ്രസംഗികളും ആ വിഷയത്തിൽ വർത്തമാനം പറയുന്നവരുണ്ട്. പലരും പറഞ്ഞു എന്തിനാണ് ഇങ്ങനെയൊക്കെ. ഇപ്പൊ കാസയുടെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൂടെ. അവർ കുറ്റം ചെയ്തതല്ലേ, അവർ ചെയ്ത കുറ്റം അറിയാമല്ലോ. നിമിഷപ്രിയ എന്ന് പറയുന്ന പെണ്ണ് ചെയ്തത് ആ തലാൽ കുടുംബത്തിൽപ്പെട്ടതാകുന്ന അവരുടെ ബിസിനസ് പാർട്ണറെ ഇതേപോലെ വെട്ടി നുറുക്കിയിട്ട് കൊന്നതാണ്, വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചതാണ്. ആ കേസ് പലർക്കും അറിയില്ല. എല്ലാരും ഇങ്ങനെ നിമിഷപ്രിയ എന്ന് കേൾക്കുന്നതല്ലാതെ വിഷയം ശരിക്കും പഠിച്ചിട്ടില്ല. ക്രൂരമായി കുറ്റം ചെയ്ത ആ കുറ്റം തെളിയിക്കപ്പെട്ടതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയമുണ്ടായത്. എങ്കിൽ അവൾ അത് അനുഭവിക്കുക തന്നെയല്ലേ വേണ്ടത്, അവളെ കൊല ചെയ്യുകയല്ലേ വേണ്ടത് എന്നുള്ളത് ശരി തന്നെയാണ് ഒരു ഭാഗം നോക്കുമ്പോൾ. പക്ഷെ ഇസ്ലാമിൽ ചില ഓപ്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഓപ്ഷനാണ് ഉസ്താദുമാർ യമനിലെ സൂഫി പണ്ഡിതന്മാരെ വിളിച്ച് ഉമർ ബിൻ ഹബീബ് മഹത്തുക്കളാകുന്ന മഹാന്മാരെ വിളിച്ചുകൊണ്ട് ഉണർത്തിയത്. ഈ വിഷയം ഇങ്ങനെ ഉണ്ടല്ലോ. ഇസ്ലാമിൽ 4 കാര്യങ്ങളാണ് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ എടുത്തു പറയുന്നത്. 4 ഭാഗങ്ങളായി 4 പാർട്ടായി ആ വിഷയങ്ങൾ എടുത്തു പറയാൻ. ഒന്ന് ഇബാദത്ത്, മറ്റൊന്ന് മുആമലാത്ത്, മറ്റൊന്ന് മുനാക്കഹാത്ത്, നാലാമത്തതാണ് ജിനായാത്ത്. ഒന്നാമത്തത് ഇബാദത്ത്, വുളൂ, തയമ്മും പോലെയുള്ളതാകുന്ന ഇബാദത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗം. കർമ്മശാസ്ത്രം 4 പാർട്ടാണ്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തത് മുആമലാത്ത്, സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, അത് സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, മസലകൾ. അത് രണ്ടാമത്തെ ഫിഖ്ഹിന്റെ പാർട്ടാണ്, കർമ്മശാസ്ത്രത്തിന്റെ പാർട്ടാണ്. മൂന്നാമത്തത് മുനാക്കഹാത്ത്, വിവാഹ ജീവിതം, കുടുംബജീവിതം, ത്വലാഖ്, അനുബന്ധ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗം. അത് മൂന്നാമത്തെ പാർട്ടാണ്. നാലാമത്തതാണ് ക്രിമിനൽ കുറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിന്റെ ഇളവുകൾ, അതുമായി സാക്ഷി നിൽക്കുന്ന വിഷയങ്ങൾ, ശിക്ഷാമുറകൾ മുഴുവൻ വിവരിക്കുന്നതായ ജിനായാത്ത് എന്ന് പറയുന്ന ഭാഗം. ഈ വിഷയം അതിൽപ്പെട്ടതാണ്. ഈ ബാക്കി പറഞ്ഞ 3 ഭാഗങ്ങളും ഇബാദാത്തും മുആമലാത്തും മുനാക്കഹാത്തും ഇതൊക്കെ സാധാരണക്കാർ കൂടി പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. ശരിക്കും മനസ്സിലാക്കണം. കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾക്കൊക്കെ ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം, തയമ്മും ചെയ്യുക, വുളൂ ചെയ്യുക, നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ഇതൊക്കെ ഇബാദത്താണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തത് സാമ്പത്തിക ഇടപാടുകളാണ്. കടം കൊടുക്കുന്നതാകട്ടെ, അല്ലാത്തതാകട്ടെ, കച്ചവടം ചെയ്യുന്നതാകട്ടെ, ഏത് വിഷയമാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പാർട്ടും ഒരു സത്യവിശ്വാസി വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. മൂന്നാമത്തെ പാർട്ട് മുനാക്കഹാത്ത്, വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം, ത്വലാഖ്, അതുമായി ബന്ധപ്പെട്ട മസലകൾ, ഇതും നമ്മൾ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് സാധാരണ ഈ വിഷയങ്ങളൊക്കെ ഏകദേശ ധാരണ എല്ലാത്തിനും നമുക്കുണ്ടാകും. നാലാമത്തെ പാർട്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമില്ല. കാരണം അത് ഖാദിമാര്, ജഡ്ജിമാര്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടക്കം, ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കം, നമ്മുടെ മഹല്ലിലെ ഖാദിമാരടക്കം ഇസ്ലാമിക ഭരണകൂടത്തിൽ പ്രത്യേകിച്ച് നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ് ജിനായാത്ത്. ക്രിമിനൽ സ്വഭാവം വെച്ച് പുലർത്തുന്നവർ, അത്തരത്തിലുള്ളതാകുന്ന ക്രൈമുമായി ബന്ധപ്പെട്ടുള്ളതാകുന്ന ശിക്ഷാമുറകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആ വിഷയത്തിൽ ജനങ്ങൾ അറിവ് കുറഞ്ഞവരായി പോയത്. ശരിക്കും മനസ്സിലാക്കണം. അറിവില്ല എന്ന് കരുതിയിട്ട് നമ്മൾ സ്വയമേ വാദിക്കരുത്. നമ്മൾ തന്നെ അങ്ങ് ഖുർആന്റെ ആശയം എടുത്ത് പറയരുത്. ഖുർആൻ പറയുന്നതിനോട് ഘടകവിരുദ്ധമാണ് പലരും പറയുന്നത്. ഖുർആൻ ഈ വിഷയത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ ആരാണ് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കേണ്ടത്? ഒരാൾ ഒരു വ്യക്തിയെ കൊന്നു എങ്കിൽ ആ കൊല്ലപ്പെട്ടതാകുന്ന വ്യക്തിയുടേതാകുന്ന കുടുംബക്കാർക്ക് ഒന്നില്ലെങ്കിൽ ഇവന് നിരുപാധികം മാപ്പ് ചെയ്തു കൊടുക്കാം. നിരുപാധികം മാപ്പ് ചെയ്തു കൊടുക്കാം. ഒന്നും അവനിൽ നിന്ന് സാമ്പത്തികമായി വസൂലാക്കാതെ തന്നെ ചെയ്യാം. അത് ഖുർആനിൽ ശക്തമായി പറഞ്ഞ വിഷയമാണ്. അവരുടെ പാപങ്ങൾ പൊറുക്കാൻ നിദാനമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ അഖിലവും അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഖുർആനും ഹദീസും പറഞ്ഞതാണ്.
രണ്ടാമത്തെ ഓപ്ഷൻ നിരുപാധികം പുറത്തു കൊടുക്കണ്ട, ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ദിയത്ത് സ്വീകരിച്ചുകൊണ്ട് പരിപൂർണമായി പുറത്തു കൊടുക്കാം. അതെങ്ങനെയാണ്? എന്തെങ്കിലും അവരിൽ നിന്ന് ഇത്ര രൂപ, ഒരാളെ കൊന്നാൽ 100 ഒട്ടകമാണ് പരിശുദ്ധ ഇസ്ലാമിൽ ദിയത്ത് പ്രഖ്യാപിക്കുക. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ അതിന് സമാനമായിട്ടുള്ളതാകുന്ന വലിയ തുക. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ, വലിയ വലിയ വിപത്താണ്, വലിയ ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ 100 ഒട്ടകത്തിന് സമാനമായിട്ടുള്ളതാകുന്ന പ്രായച്ചിത്തം വാങ്ങിയിട്ട് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പരിപൂർണമായി അവരെ ജീവനിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക, അവരെ കൊല്ലാതെ വിട്ടുകൊടുക്കുക, അങ്ങനെ ചെയ്തു കൊടുക്കുക. ഈ 2 ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് പറയുന്നത് കൊല തന്നെ. ഇവർ ചെയ്തതല്ലേ കൊലപാതകം, എങ്കിൽ അത് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊലപാതകം തന്നെ മാപ്പ് ചെയ്യാതെ, ഒരു ദിയത്തും ഒന്നും തന്നെ സ്വീകരിക്കാതെ കൊലപാതകം തന്നെ ചെയ്യണം, അവരെ അങ്ങനെ തന്നെ വധിക്കണം എന്ന് ശാഠ്യപ്പിടിക്കാം. ഇത് 3 ഓപ്ഷനാണ്. മനുഷ്യന്റേതാകുന്ന ജീവൻ എപ്പോഴും വളരെ വലുതാണ്. അതുകൊണ്ടാണല്ലോ മഹാനാകുന്ന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനാകുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ടതാകുന്ന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നീ കറുമ്പിയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചപ്പോ ബഹുമാനപ്പെട്ടതാകുന്ന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ വാക്ക് ഇന്നക മർഉൻ ഫീക ജാഹിലിയത്തുൻ, നീ ഒരു മനുഷ്യനാണ് പക്ഷേ നിന്നിൽ വിവരക്കേടുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വല്ലാത്ത വാക്കാണ്. ഇന്നക മർഉൻ ഫീക ജാഹിലിയത്തുൻ, നീ ഒരു മനുഷ്യനാണ് പക്ഷേ നിന്നിൽ വിവരക്കേടുണ്ട്, അറിവില്ലായ്മയുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്നിൽ വിവരക്കേടുണ്ട്. കാരണം എന്താ? ജാഹിലിയ കാലഘട്ടത്തിലുള്ളതാകുന്ന ശൈലിയാണ് അത്തരത്തിലുള്ള വാക്കുകളുടെ പ്രയോഗം. നീ വലിയ ആളാണ്, ഞാൻ ദീൻ സ്വീകരിച്ച വ്യക്തിയാണ്, കറുകറുത്തതാകുന്ന മനുഷ്യനായ കറുത്ത വർഗക്കാരനായ നീഗ്രോ വംശജനാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ നീ നല്ല മനുഷ്യനാണ് എന്ന് നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ അത് നിന്റെ മനസ്സിൻ്റെതാകുന്ന മോശപ്പെട്ട ശൈലിയാണ്, മാറ്റി നിർത്തലാണ്, വർണ്ണത്തിന്റെ പേരിൽ വിവേചനം തീർക്കലാണ്. അത് ഇസ്ലാമിലില്ല. ഇന്നക മർഉൻ ഫീക ജാഹിലിയത്തുൻ ശഫീഉന റസൂലുള്ളാഹി. വേറൊന്നും പറഞ്ഞിട്ടില്ല. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മദീനയിലേതാകുന്ന മണൽപ്പരിപ്പിലേക്ക് ചുട്ടുപരുത്തതാകുന്ന മണലാരുണ്യത്തിലേക്ക് തന്നെ കവിള് ചേർത്ത് വെച്ചുകൊണ്ട് കടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാ ബിലാൽ, ബിലാലേ എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണേ ബിലാലേ, നീ നിന്റേതാകുന്ന കറുത്ത കറുകറുത്തതാകുന്ന കാല് എന്റേതാകുന്ന കവിൾത്തടത്തിൽ വെച്ചുകൊണ്ട് ചവിട്ടിയിട്ടല്ലാതെ പോകല്ലേ, ഈ പാവപ്പെട്ട അബൂദറിന് പുറത്തു തരണേ എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ ഹൃദയത്തിൽ കടപിടിച്ചിരിക്കുന്നതായ മാലിന്യങ്ങളെ, വർണ്ണത്തിൻ്റെതാകുന്ന വെറിയെ പരിപൂർണമായി തുടച്ചു നീക്കുകയാണ്. 1400 വർഷം മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ കറുകറുത്ത ബിലാലിനെ നീ കറുമ്പിയുടെ മകനാണ് എന്ന ആക്ഷേപത്തിന്റെ വർഷം ചൊരിഞ്ഞപ്പോ അദ്ദേഹത്തെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ റസൂലുള്ളാഹി കൊടുത്ത മറുപടിയാണ്, ഇന്നക മർഉൻ ഫീക ജാഹിലിയ, നീ ഒരു വിവരം കെട്ട കാലഘട്ടത്തിന്റെ വക്താവായി പോയല്ലോ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാചകന്റെ വാക്ക് ഹൃദയത്തിൽ തറച്ച് വേദനയോടുകൂടി അബൂദർ അൽ ഗിഫാരി തങ്ങൾ എന്ന പ്രായമുള്ള സഹാബി വര്യൻ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലേക്ക് മലർന്നു കിടന്ന് തന്റെ കവിൾത്തടം നിലത്തിൽ വെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ബിലാലേ വല്ലാഹി ലാ അത്ഉ റഅസി, നീ എന്റെ തലയിൽ ചവിട്ടാതെ ഞാൻ എന്റെ തല ഉയർത്തില്ല ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കടന്നു പിടിക്കുകയാണ്. സ്വന്തം കറുകറുത്തതാകുന്ന ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് പൊട്ടിക്കരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുംബനം കൊണ്ട് മൂടുന്നു. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വർണ്ണത്തെ കുറിച്ചുള്ളതാകുന്ന ആശങ്കകൾ മാറ്റിവെക്കുകയാണ്. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അറഫ മൈതാനിൽ
വെച്ചുകൊണ്ട് ലോകം മുഴുവനും കാണേ വല്ലാത്ത ഒരു പ്രസംഗം നടത്തിയത്. ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ള പറയുകയാണ്, അലാ ലാ ഫദ്ല ലി അറബിയ്യൻ അലാ അജമിയ്യൻ വലാ ലി അജമിയ്യൻ അലാ അറബി. ഇന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ ഉറക്കെ പറയട്ടെ, 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ചുട്ടുപഴുത്തതാകുന്ന അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് 1.25 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിടവാങ്ങൽ പ്രസംഗം നടത്തുകയാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇടം പിടിച്ചിട്ടുള്ള ആ പ്രഭാഷണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമായിരുന്നു. ഒരു പണക്കാരായ വ്യക്തിക്കും പാവപ്പെട്ടവരെക്കാൾ വലിയ സ്ഥാനമില്ല. ഈ അറബിയിൽ ജീവിക്കുന്നതായ അനറബികളായ ആളുകൾ, അറബികളായ ആളുകൾക്ക് അനറബി ദേശക്കാരെക്കാൾ ശ്രേഷ്ഠതയില്ല. അനറബികളായ ഒറ്റ ഒരാൾക്കും അറബികളെക്കാൾ മഹത്വമില്ല കേട്ടോ. എല്ലാവർക്കും ഉള്ളത് ഒരു റബ്ബാ. നമ്മളെല്ലാവരും ഒന്നാ, ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാ. തൗഹീദിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. അതുകൊണ്ട് എല്ലാ ഉച്ചനീചത്വങ്ങളും ഞാനിതാ എടുത്തു കളയുകയാണ്. ഇനി പണത്തിന്റെ പളവളപ്പ് പറയരുതേ, വർഗത്തിന്റെ വർണ്ണത്തിൻ്റെതാകുന്ന ഭാഷയുടെ ദേശത്തിന്റെ കാര്യങ്ങൾ ഇനി ഇവിടെ സംസാരിക്കരുതേ. എല്ലാവരും ഒന്നാണ്, സമമാണ്. വെളുപ്പിനേക്കാൾ കറുത്തവന് സ്ഥാനമില്ല. വലാലി അബിയദ അലാ അഹ്മറ വലാ അഹ്മറ അലാ അബിയദ. വെളുത്തവനെ കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഇനി ഒരാൾക്കും സ്ഥാനമില്ല സഹാബ. എല്ലാവരും സമന്മാരാണ്. മനുഷ്യത്തെ പരിഗണിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിൽ പ്രഭാഷണം നടത്തി. 1316 വർഷങ്ങൾക്ക് ശേഷമാണ് UN ഐക്യരാഷ്ട്രസഭയിൽ അത്തരത്തിലുള്ള ഒരു സദസ്സ് ഉണ്ടാകുന്നത്. 1948 ഡിസംബർ 10 പാരീസിൽ വെച്ചുകൊണ്ട് ലോകത്തുള്ളതാകുന്ന വലിയതാകുന്ന രാജാക്കന്മാർ, തമ്പുരാക്കന്മാർ, രാഷ്ട്രത്തിന്റെ തലവന്മാർ ഒരുമിച്ച് കൂടിയിട്ട് മനുഷ്യാവകാശ ദിനമെന്ന് 950 മുതൽക്ക് ഡിസംബർ 10 കൊണ്ടാടാൻ തീരുമാനിക്കുന്നത് റസൂലുള്ളാഹി അറഫ മൈതാനിയിൽ പ്രഭാഷണം നടത്തി 1316 വർഷങ്ങൾക്ക് ശേഷമാണ്. അവർ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച്, UN ഐക്യരാഷ്ട്രസഭ ഒന്നായിട്ട് അംഗീകരിച്ച് ലോക ജനത മുഴുവനും മാനവികതയുടെ ജീവിതം നയിക്കണമെന്ന് മനുഷ്യത്വത്തെ കുറിച്ച് പറയുന്നതിന് 1316 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് ഉത്ബോധനം കൊടുക്കുകയാണ്. നിങ്ങൾ മനുഷ്യത്വത്തെ പരിഗണിക്കണേ, ജനങ്ങളെ ശ്രദ്ധിക്കണേ, യാതൊരുവിധ വർഗത്തിന്റെ വർണ്ണത്തിന്റെ വ്യത്യാസം പാടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1316 കണക്കുകൾ രേഖപ്പെട്ട് കിടക്കുന്നു. 948 പാരീസിൽ വെച്ചുകൊണ്ട് UN ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിനം ആചരിക്കാൻ തീരുമാനിക്കുന്നു. 48 തീരുമാനം കൈക്കൊണ്ടു. 950 ഡിസംബർ 10 മുതൽക്കാണ് മനുഷ്യാവകാശ ദിനം. മനുഷ്യന്റെ അവകാശങ്ങളെ ധ്വംസിക്കരുത്, മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വെക്കണം എന്ന് പറഞ്ഞ് ഒരു ദിനത്തെ ആചരിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? നബിതങ്ങൾ വാഴ്ന്നു പറഞ്ഞ് 1316 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നിട്ട് ഇവരാണ് ഈ സമുദായത്തെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. കുറച്ച് ആളുകൾ ഈ സമുദായത്തിനൊന്നും തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദീൻ നല്ലതുപോലെ മനസ്സിലാക്കി നമ്മൾ അവസാന കാലഘട്ടത്തിന്റെ ആളുകളായി മാറരുത്. കാര്യം അവസാന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അടയാളങ്ങളും അതിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്, കൃത്യമായി കടന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അവസാനത്തെ അഹ്ലുകാരാകരുത്. നമ്മൾ എപ്പോഴും സുഹൃതങ്ങളിൽ വ്യാപൃതരാകണം. 5 വഖ്ത് നിസ്കാരങ്ങൾ ജുമഅയും ജമാഅത്തും ശ്രദ്ധിക്കുന്നവരാകണം.
നോമ്പുകൾ കഴിഞ്ഞ റമദാനിലെ പിടിച്ചു വീട്ടാത്ത സഹോദരിമാർ എത്രയും വേഗം അത് പിടിച്ചു വീട്ടാൻ വേണ്ടി പരിശ്രമിക്കണം. സകാത്തുകൾ കൊടുത്തു വീട്ടണം, സദഖകൾ കൊടുക്കണം, കുടുംബ ബന്ധങ്ങളെ ശാക്തീകരിക്കണം, സാഹോദര്യ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാകണം, സമൂഹത്തോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നവരാകണം, അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിക്കുന്നവരാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അയൽവാസികളെ കുറിച്ച് എന്റെ അടുക്കൽ അടിക്കടി വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് വസിയത്ത് ചെയ്തു. അവസാനം ഞാൻ കരുതിപ്പോയി, ഒരു വേള ഞാൻ മരിച്ചാൽ അനന്തരാവകാശം കൈപ്പറ്റുമോ അയൽവാസികൾ എന്ന് ഞാൻ കരുതിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ കടമകളും കടപ്പാടുകളും അയൽവാസികളോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കണം. മഹല്ലിനോടുള്ള കടപ്പാടുകളുണ്ട്. ഈ സമുദായം എന്ന നിലയ്ക്ക് മഹല്ലിൻ്റെതാകുന്ന കാര്യങ്ങളോട് ധാരാളം കടപ്പാടുകളുണ്ട്. ആ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച് കുടുംബ ബന്ധങ്ങളെ ശാക്തീകരിച്ച് മുന്നേറുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുപകരിക്കുന്ന പ്രവർത്തനങ്ങളായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. കുറഞ്ഞ കാലഘട്ട ജീവിതം ഇപ്പൊ തന്നെ 30, 40, 50, 60 വയസ്സൊക്കെ പല ഏജുകളുള്ളവരാണ് ഈ സദസ്സിലുള്ളവർ. മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഇതുവരെ ചെയ്തതായ നന്മകൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുമോ കടക്കുമോ എന്നുള്ള ചിന്ത വരണം. എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, പിന്നെ ഇനി എന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കാണ് അമൽ ചെയ്യാൻ. കാലം വളരെയേറെ മോശമായ കാലഘട്ടം. അൽഹംദുലില്ലാ, നമുക്ക് പള്ളികൾ ധാരാളമുണ്ട്, ഇബാദത്തെടുക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇബാദത്തിന് യാതൊരുവിധ തടസ്സവുമില്ല. 5 വഖത്ത് ബാങ്കുകൾ മുഴങ്ങുന്നു, ഇബാദത്തുകളെ ശ്രദ്ധിക്കാൻ അവസരം കിട്ടുന്നു. നമ്മൾ കൃത്യമായി അല്ലാഹുവിനെ ഓർത്ത് ഇബാദത്തെടുക്കൽ. ഫലസ്തീന മക്കൾ തകർക്കപ്പെട്ടതാകുന്ന 125ഓളം പള്ളികളുടെ മിനാരങ്ങളും തകർക്കപ്പെട്ട കല്ലിന്റെ ചീളെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുന്നതാകുന്ന ഫലസ്തീനിലെ പിഞ്ചു ബാലന്മാരുടെ ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കാൻ അവർക്ക് പള്ളിയില്ല, പെരുന്നാൾ നമസ്കരിക്കാൻ പോലും സാധിക്കാത്ത സാധുക്കൾ ഒരു നേരം തന്നത്തിന് വേണ്ടി വരുന്നതാകുന്ന വണ്ടിയുടെ പിറകെ കിലോമീറ്ററുകളും ഓടി തളർന്ന് അവസാനം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാർ പറയുമ്പോ ആ ക്യാമ്പിന്റെ മുന്നിൽ പോയി മണിക്കൂറുകളോളം കാത്തുനിന്ന് ആ കാത്തു നിൽക്കുന്ന പിഞ്ചോമന മക്കളുടെ ശരീരത്തിലേക്ക് വെടിയുതിർത്ത് അവരെ കൊന്നുകളഞ്ഞ് നികൃഷ്ടമായി കൊന്നുകളഞ്ഞ് രസിക്കുന്നതാകുന്ന ജൂതരാകുന്ന പട്ടാള പരീക്ഷകളെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് നിസ്കരിക്കാം, ഇബാദത്തെടുക്കാം, നോമ്പുകൾ നോക്കാം, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാം, ഇത്തരത്തിലുള്ള ഉറൂസുകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാം. വളരെ മനോഹരമാകുന്ന ജീവിതം അല്ലാഹു നമുക്ക് നൽകി. അതുകൊണ്ട് കാലം മായ്ക്കപ്പെടുന്നതിന് മുമ്പ്, ഈ അവസരങ്ങളെ ഇല്ലാതാക്കപ്പെടുന്നതിന് മുമ്പ് നിഷേധികളാകാതെ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇബാദത്തിനായി കഴിയാൻ പരിശ്രമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സുബഹിയും നമുക്ക് മുടങ്ങാൻ പാടില്ല. സുബഹി കഴിഞ്ഞുള്ള ഉറക്കം നമുക്ക് വേണ്ട. ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ A+ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തെ മക്കൾ കോപ്പി അടിച്ചിട്ടാണ് പരീക്ഷ എഴുതി വിജയിച്ചത് എന്ന് പറഞ്ഞ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, മേലാളന്മാർ പോലും കൈകടിച്ച് നെട്ടിത്തരിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മലപ്പുറത്തിന്റെ മക്കൾ അൽഹംദുലില്ലാ SSLC +2 അടക്കം നല്ല രീതിയിൽ A+ വലിയ ഉന്നതമാകുന്ന വിജയം വരിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു. പക്ഷേ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഭൗതികതയുടെ ഉത്തുംഗതയിലേക്ക് നമ്മൾ എത്തുമ്പോഴും ആത്മീയത നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. തഴവാ ഉസ്താദിന്റെ 2 വരികൾ അതിന് പ്രചോദനദായകമാകട്ടെ. ഭൗതിക വിദ്യ വാഹനമോ കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ എത്രമേൽ അഭ്യസിച്ചാലും നല്ലതാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഖൈറായ വിദ്യാഭ്യാസം നൽകട്ടെ. പക്ഷേ ആത്മീയതയിൽ ചാലിച്ചതാകണം. ളുഹർ നമസ്കാരം വരുമ്പോഴും അസർ വരുമ്പോഴും മഗ്രിബും ഇശാഉം എത്തുമ്പോഴും കൃത്യമായി സുബഹിയുടെ സമയത്തും നിസ്കാരം കറക്റ്റ് ആക്കണം. അതല്ലാതെയുള്ള പഠനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ഗുണവും കുടുംബത്തിനും സമൂഹത്തിനും ഈ സമുദായത്തിന് ലഭിക്കാനുമില്ല. അത് ഓർത്തോണം. 5 വഖത്ത് നിസ്കാരം അത് മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള ഐഡന്റിറ്റിയാണ്. അത് മുടങ്ങാതെ കൃത്യമായി നിർവഹിച്ച് നല്ല നാളേക്ക് വേണ്ടി പരിശ്രമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ.